ഇന്ന് നമുക്ക് ഒരു പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന അനൽ മേലെ പനിത്തുള്ളി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മതി എന്ന ഒരു നല്ല ധൈര്യവതിയായ പെൺകുട്ടി. അവൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നതും. എന്നാൽ അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു മലയോര ഗ്രാമത്തില് വിവാഹത്തിന് പങ്കെടുക്കുവാനായിട്ട് ഈ മതി എത്തും. വിവാഹ ചടങ്ങിനൊക്കെ പങ്കെടുത്ത മതി ആ ഗ്രാമത്തിനടുത്തായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കും ഒറ്റയ്ക്ക് പോകുന്നു. അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന മതിയെ 3 ഹെൽമെറ്റ് ഇട്ട ആളുകൾ വന്ന് തട്ടിക്കൊണ്ടു പോവുകയും അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആരാണ് അവളെ റേപ്പ് ചെയ്തതെന്നും അവൾക്കറിയത്തേയില്ല. അവൾ ഉടനെ തന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു. എന്നാൽ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ അവളെ ആരാണ് റേപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ചുരുളഴിയുന്നത്. അതാരാണെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് കാടിനുള്ളിൽ ഒരു പെൺകുട്ടി ബോധം കെട്ട് കിടക്കുന്നതാണ്. ബോധം വരുമ്പോൾ അവൾക്ക് മനസ്സിലായി അവളെ ആരോ ക്രൂരമായി റേപ്പ് ചെയ്തുവെന്ന്. അവൾ അങ്ങനെ പൊട്ടിക്കരയും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് ആ പെൺകുട്ടി ആരെന്നാണ് കാണിക്കുന്നത്. അവളുടെ പേരാണ് മതി, നമ്മുടെ കഥാനായിക. മതിക്കാണെങ്കിൽ വിവാഹ നിശ്ചയം നടക്കുകയാണ്. ശരൺ എന്ന പയ്യനുമായിട്ടാണ് നിശ്ചയം നടക്കുന്നതും. അതും അവനൊരു പാവം നല്ല സ്വഭാവമുള്ള പയ്യനാണ്. മതി ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നതും. അവിടുത്തെ മാനേജറാണ് മതി. മതിയുടെ കീഴിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും നല്ല മാന്യമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ മതിയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മതി CC ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ അനിത എന്ന പെൺകുട്ടി മാറി നിന്ന് ഫോൺ വിളിക്കുന്നതായി അവൾ കാണുന്നു. അതും ആ ഒരു ഫോൺ വിളിയിൽ എന്തോ വശപിശകും തോന്നും. അനിതയ്ക്കടുത്തേക്ക് എത്തിയ മതി, ഡ്യൂട്ടി സമയത്ത് നീ ആരോടാ ഫോണിൽ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ അനിത സങ്കടത്തോടു കൂടി തന്റെ പ്രശ്നം തുറന്നു പറയുകയാണ്. ഈ അനിത ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. അവന്റെ പേര് പ്രഭു എന്നാണ്. പ്രഭുവിന്റെ സ്വഭാവമൊന്നും ശരിയല്ലാത്തത് കൊണ്ട് അവനുമായി ബ്രേക്കപ്പായ ഉടനെ തന്നെ അനിതയുടെ കല്യാണവും ഉറപ്പിച്ചു. അനിതയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രഭു അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുവാനായും തുടങ്ങി. എപ്പോഴും അവളുടെ ഫോണിൽ വിളിച്ച് അവളെ കൊല്ലുമെന്നുമൊക്കെ അവളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതും. അത് കാരണം അവൾക്ക് വല്ലാത്ത പേടിയാണ്. ഇപ്പോൾ ദേ ഫോൺ വിളിച്ച് വിരട്ടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം അനിതയോട് തുറന്നു പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു പ്രഭു ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നതും. പ്രഭുവിനെ കണ്ട മതിയാണെങ്കിലോ സെക്യൂരിറ്റിയോട് പറഞ്ഞ് അവനെ പിടിച്ച് പുറത്താക്കും. അത് കാരണം പ്രഭുവിന് അവളോട് വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നുകയാണ്. എന്നത്തെയും പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയായപ്പോൾ പോകുവാനായി ഇറങ്ങുകയായിരുന്നു മതി. തന്റെ സ്കൂട്ടിയും എടുത്ത് വരുന്ന വഴിയിൽ അനിത അവളുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരും. എനിക്ക് പേടിയാകുന്നു, ആ പ്രഭു എന്നെ ഫോളോ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം അനിത പറയുകയാണ്. അങ്ങനെ അനിതയെ മതിയാണ് വീട്ടിൽ കൊണ്ടാക്കുവാനായി പോകുന്നതും. പോകുന്ന വഴിയില് അനിതയെ അവൾ ഒരുപാട് ഉപദേശിക്കുന്നു. ഈ ലോകത്ത് നീ പേടിക്കുവാൻ തുടങ്ങിയാൽ ഈ ലോകം തന്നെ നിന്നെ പേടിപ്പിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ജീവിക്കണം, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം മതി പറയുന്നു. വീട്ടിലെത്തിയ അനിതയ്ക്ക് മതിയുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകളെല്ലാം അവൾക്ക് പ്രചോദനമായി. അടുത്ത ദിവസം അനിത തന്റെ അമ്മയും കൂട്ടി മതിയെ കാണുവാനായിട്ട് മതിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അനിതയുടെ വിവാഹം വിളിച്ചാണ് വന്നിരിക്കുന്നതും ലെറ്ററൊക്കെ കൊടുക്കുകയാണ്. ഉറപ്പായും വരണമെന്നും അനിത പറയുന്നു. മതിയും അതിന് സമ്മതിക്കും. അങ്ങനെ മതി പതിവ് പോലെ തന്നെ ജോലിക്കും പോകും. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കവേ അവിടെ തന്നെ ജോലി ചെയ്യുന്ന സതീഷ് എന്ന പയ്യന്റെ കാര്യത്തിൽ മതിക്ക് നല്ല സംശയം തോന്നുന്നു. ഈ സതീഷ് ആരും അറിയാതെ അവിടുത്തെ സാധനങ്ങളൊക്കെ പിറക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മതി കണ്ടുപിടിച്ചു. അങ്ങനെ അവനെ ഒരുപാട് വഴക്ക് പറയുകയും അവനെ ജോലിയിൽ നിന്ന് തന്നെ അവൾ പറഞ്ഞു വിടുകയും ചെയ്തു. അതോടുകൂടി സതീഷിന് മതിയോട് നല്ല ദേഷ്യമായി. അങ്ങനെ മതി ഒരു ദിവസം താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പയ്യനായ ശരണിനൊപ്പം കറങ്ങുവാനൊക്കെ പോവുകയാണ്. കുറെ സമയം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അവൾ ഒരുപാട് ഹാപ്പിയായിരുന്നു. പക്ഷേ മതി എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞാലും മതിയെ ശത്രുവായി കാണുന്ന കുറച്ചു പേരുണ്ട്. ഒന്നാമത്തെ ആൾ സതീഷ്, രണ്ടാമത്തെ ആൾ പ്രഭു. പ്രഭു തന്റെ കൂട്ടുകാരോട് വന്നിട്ട് അനിതയുടെ വിവാഹം ഉറപ്പിച്ചുവെന്നും അതിന് പിന്നിലെ കാരണം മതിയാണെന്നും അവൾ കാരണമാ അനിത തന്നെ വിട്ടിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് കൂട്ടുകാരോട് പറയുന്നതും. പക്ഷേ മതി എന്ത് ചെയ്യാനാ? അവളോടൊരു സഹായം അനിത ചോദിച്ചു, അവൾ ഹെൽപ്പ് ചെയ്തു, അത്രയല്ലേ ചെയ്തുള്ളൂ. എന്നാലും പ്രഭു തന്റെ കൂട്ടുകാരെ കൊണ്ട് എങ്ങനെയെങ്കിലും മതിയെ ദ്രോഹിക്കണം എന്നുള്ളൊരു പ്ലാനിലെത്തുകയാണ്. അങ്ങനെ അനിതയുടെ കല്യാണം എത്തി. അനിതയുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് മതിയും പോകുന്നുണ്ട്. അതൊരു മലയോര ഗ്രാമമായിരുന്നു. അവിടെ വെച്ച് അവൾ സതീഷിനെ കാണും. സതീഷിനെ അവൾ വല്ലാതെ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നതും. സതീഷ് ആണെങ്കിലോ അവൾക്ക് മുഖം കൊടുക്കുവാനും കൂട്ടാക്കുന്നതേയില്ല.
അനിതയുടെ ഗ്രാമത്തിനടുത്തായിട്ട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമുള്ളത് കൊണ്ട് തന്നെ വിവാഹ ചടങ്ങിലെല്ലാം പങ്കെടുത്തതിന് ശേഷം മതി അവിടേക്ക് ഒറ്റയ്ക്ക് പോകും. ഒറ്റയ്ക്ക് കുറേ നിമിഷം അവിടെ എൻജോയ് ചെയ്യുന്നു. എന്നാൽ വിദേശികളും അവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളും എല്ലാം പോയതിനു ശേഷവും മതി അവിടെ തന്നെ നിൽക്കുകയാണ്. നേരം ഒരുപാട് വൈകിയ ശേഷമാണ് പോകുവാനായി അവൾ ഒരുങ്ങുന്നതും. അതേ സമയം തന്നെ അവളുടെ മുഖത്ത് ആരോ വന്ന് പൊത്തിപ്പിടിക്കുന്നു. അവളെ ബോധം കെടുത്തി അവിടെ നിന്നും വലിച്ചിഴച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് മതിക്ക് ബോധം വരുമ്പോഴോ അവൾ ക്രൂരമായ റേപ്പിന് ഇരയായി എന്നുള്ള കാര്യം മനസ്സിലായി. ആ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. അങ്ങനെ മതി തന്റെ വയറൊക്കെ നന്നായിട്ട് വേദനിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി റോഡിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. അതേസമയം ഒരാൾ സ്കൂട്ടറിൽ പോകുന്നത് അവൾ കാണും. പെട്ടെന്ന് തന്നെ അയാൾക്കടുത്തേക്ക് ഓടിപ്പോയി രക്ഷിക്കാമോ എന്ന് ചോദിച്ചാലോ? പിന്നീട് അവൾ ചിന്തിക്കും, അവളെ റേപ്പ് ചെയ്ത കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഉടനെ തന്നെ അവൾ അവിടെ പോയി ഒളിച്ചിരിക്കുന്നു. എന്നാൽ പോലീസ് ജീപ്പ് വരുന്ന ശബ്ദം കേട്ട് അയാളും ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഒളിച്ചിരിക്കുകയാണ്. പോലീസ് ജീപ്പ് പോയെന്ന് ഉറപ്പായതും അയാൾ അവിടെ നിന്ന് ബൈക്കുമെടുത്ത് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ വേറൊരു ബൈക്കിൽ രണ്ടുപേർ അവിടേക്ക് വരും. മൂന്ന് പേരാണ് തന്നെ റേപ്പ് ചെയ്തതെന്ന് മതിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മൂന്ന് പേരായിരിക്കുമോ തന്നെ റേപ്പ് ചെയ്തതെന്ന് പേടിച്ച് അവൾ ഒളിച്ചിരിക്കുന്നതും. അവർ പോയി എന്ന് ഉറപ്പായതും ഉടനെ തന്നെ മതി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു പോകും. അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് അവൾ എത്തിപ്പെടുന്നതും. അവിടെ എത്തി അവളുടെ അവസ്ഥ കണ്ടതും ഉടനെ തന്നെ ഗ്രാമവാസികളിൽ ഒരാൾ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു. അത് മാത്രമല്ല, ലേഡി ഡോക്ടറും ഇല്ലായിരുന്നു. തനിക്ക് ലേഡി ഡോക്ടറിനെ തന്നെ കാണണമെന്നും മതി പറയും. മതിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയ ആ ഒരു ഡോക്ടർ ഉടനെ തന്നെ ലേഡി ഡോക്ടറിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. മതി നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് തുറന്നു പറയുന്നു. അവളുടെ അവസ്ഥ കേട്ട ആ ഒരു ഡോക്ടറാണെങ്കിലും അവളെ ഒരുപാട് സമാധാനിപ്പിക്കുകയും അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഉടനെ തന്നെ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പറയും. അതനുസരിച്ച് മതി നേരെ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി അവൾ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. മതി പറഞ്ഞ ആ മൂന്ന് പേർ രണ്ട് ബൈക്കിലായിട്ട് പോയ അവരെയില്ലേ, അവര് പോലീസുകാർ കണ്ടെത്തിക്കൊണ്ടുവരും. എന്നാൽ അവിടേക്കെത്തിയ ആ മൂന്ന് പയ്യന്മാർക്കും മതിയെ അറിയത്തേയില്ല എന്നാണ് പറയുന്നതും. അവർ മൂന്ന് പേരും ചേർന്ന് രണ്ട് ബൈക്ക് മോഷ്ടിച്ചു, അതേ ചെയ്തുള്ളൂ. അല്ലാതെ താൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല എന്നും ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ് കാണുന്നതെന്നും അവർ പറയുകയാണ്. മതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലിരിക്കുന്നു. കാരണം അവൾ ആരുടെയും മുഖം കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അവൾ എങ്ങനെ ഉറപ്പിച്ചു പറയാനാ? എന്നാൽ മതിക്ക് പ്രഭുവിനെയും സതീഷിനെയും സംശയം തോന്നും. ഇവർ രണ്ടുപേരും അനിതയുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇവർക്ക് മതിയോട് നല്ല ദേഷ്യമുണ്ടല്ലോ. അതുകൊണ്ട് അവരായിരിക്കുമെന്നുള്ള സംശയം പോലീസുകാരോട് പറയുന്നു. അങ്ങനെ പോലീസുകാർ സതീഷിനെയും പ്രഭുവിന്റെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് ഒരുപാട് ചോദ്യം ചെയ്യും. പക്ഷേ അവർക്കൊന്നും തന്നെ അറിയില്ല. അവർ മതിയോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നതും. തെളിവൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ മതി അതെല്ലാം കേട്ട് അവൾ ഒരുപാട് ആലോചിക്കുകയാണ്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൾ ആലോചിക്കുമ്പോൾ അവൾ വീണ്ടും പോലീസുകാരോട് ഒരു കാര്യം കൂടി തുറന്നു പറയുന്നു. എന്നെ റേപ്പ് ചെയ്തത് പയ്യന്മാരൊന്നുമല്ല, ഏകദേശം ഒരു 40 വയസ്സ് പ്രായം വരും. അവർക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാരുമല്ല എന്നുള്ള കാര്യം മതി പറയും. എന്നാൽ അത് കേട്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ മൊഴിമാറ്റി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരു കാര്യം ചെയ്, ഒന്നാമത്തെ കാര്യം തെളിവില്ല. നീ വീട്ടിൽ പോയി വീട്ടുകാരോടൊക്കെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് വാ എന്നും പോലീസ് ഓഫീസർ പറയുന്നു. പോലീസ് ഓഫീസറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മതി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പോലീസ് ഓഫീസറിന്റെ കഴുത്തിലെ മറുക്. മതി റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവൾ ചെറിയ ബോധത്തിൽ അവളെ റേപ്പ് ചെയ്തവരെ എല്ലാവരെയും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മുഖം വ്യക്തമല്ല. ഓരോരോ കാര്യങ്ങളും തന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിലൊന്നായിരുന്നു തന്നെ റേപ്പ് ചെയ്ത ആളുടെ കഴുത്തിലെ മറുക്. അതേ മറുകാണ് ആ പോലീസ് ഓഫീസറുടെയും. മാത്രവുമല്ല പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു ഉദ്യോഗസ്ഥനെയും കാണുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ മോതിരവും വളയും കിടക്കുന്നുണ്ടായിരുന്നു. തന്നെ റേപ്പ് ചെയ്ത രണ്ടാമത്തെ ആളുടെ കയ്യിലും ഇതേ മോതിരവും ഇതേ വളയും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പാൻ മസാല ചവയ്ക്കുന്നുണ്ടായിരുന്നു. തന്നെ റേപ്പ് ചെയ്തിരുന്ന മൂന്നാമത്തെയാളും പാൻ മസാല ചവച്ചിരുന്നു എന്നുള്ള കാര്യവും മതിക്ക് അറിയാമായിരുന്നു. എന്നാൽ മതിയെ അവിടെ നിന്നും മൂന്ന് പേരും ചേർന്ന് കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് അവർ കടത്തിക്കൊണ്ടു പോയതും. മൂന്ന് ഹെൽമെറ്റ് പോലീസ് ജീപ്പിനുള്ളിലായിട്ട് മതി കാണുകയും ചെയ്തു. അതോടുകൂടി ഈ മൂന്ന് പോലീസുകാരും ചേർന്നാണ് തന്നെ റേപ്പ് ചെയ്തത് എന്നുള്ള കാര്യം മതി ഉറപ്പിച്ചു. ഉടനെ തന്നെ പുറത്തേക്കിറങ്ങി ഒരു ലേഡി കോൺസ്റ്റബിളിനോട് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയും കൂടാതെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, മാഡമോ, മാഡം നാളെ വരൂ, ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് മാഡം ബിസിയാണെന്നുള്ള കാര്യവും കോൺസ്റ്റബിൾ പറയുന്നു.
ഈ കാര്യങ്ങളെല്ലാം അകത്തു നിന്ന് 3 പോലീസുകാരിൽ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനടുത്തേക്ക് എത്തിയിട്ട്, ആ പെണ്ണിന് നമ്മളെ നല്ല സംശയമുണ്ടെന്നാ തോന്നുന്നത്. അവൾ ദേ ആ കോൺസ്റ്റബിളിനോട് നിന്ന് മാഡത്തിനെ പറ്റി സംസാരിക്കുന്നു എന്നുള്ള കാര്യം പറയും. അത് കേട്ട് ഉടനെ തന്നെ മതിയെ അകത്തേക്ക് വിളിപ്പിക്കുകയാണ്. മാത്രമല്ല മതിയെ ഒരുപാട് അപമാനിക്കും വിധമാണ് അവർ സംസാരിക്കുന്നതും. സങ്കടത്തോടു കൂടി മതി പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു മാഡം അവിടേക്ക് വരുന്നതും. എന്നാൽ മാഡത്തിനെ കണ്ടതും 3 പോലീസുകാരും ചേർന്ന് മതിയെ ഒളിപ്പിക്കുവാനൊക്കെ നോക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. മാത്രവുമല്ല മതിയിൽ നിന്നും മാഡത്തിന്റെ ശ്രദ്ധ തിരിപ്പിക്കുവാനും അവരൊരുപാട് ശ്രമിക്കും. പക്ഷേ അതും നടന്നില്ല. ഒടുവിൽ മാഡം മതിയെ അകത്തേക്ക് വിളിപ്പിക്കും. മതിയാണെങ്കിലോ എല്ലാ സത്യങ്ങളും മാഡത്തിനോട് തുറന്നു പറഞ്ഞു. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബിസിയാ. പക്ഷേ ഇന്ന് നീ ഇവിടെ നിന്ന് പോകണ്ട. നീ ഈ സ്റ്റേഷനിൽ തന്നെ ഇരിക്കണം. നിനക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി കോൺസ്റ്റബിളിനെ ഞാനിവിടെ പ്രൊട്ടക്ഷന് വെക്കാം. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാഡം പോകുവാനായും ഇറങ്ങും. അതേസമയം തന്നെ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് മാഡത്തിനോട് മതിയുടെ കാര്യം അന്വേഷിക്കുന്നു. പക്ഷെ ഒന്നും അറിയാത്തതുപോലെ മാഡം അഭിനയിക്കുകയും ഫംഗ്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. മതി മേഡത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ എന്ന പേടി അവർക്കുണ്ടാകും. ഉടനെ തന്നെ ആ 3 പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരെ എല്ലാം ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കി വിടും. എന്നിട്ട് മതിയെ 3 പേരും ചേർന്ന് തൂക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുവരും. അവളുടെ ഡ്രസ്സ് എല്ലാം വലിച്ചഴിച്ചിട്ട് വീഡിയോ പകർത്തുകയും ഒക്കെ ചെയ്യുന്നു. നീ ഞങ്ങളെക്കുറിച്ച് പുറത്ത് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഈ ഒരു വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിക്കുമെന്നും അവളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞുവിടും. എന്ത് ചെയ്യണമെന്നറിയാതെ മതി നേരെ ചെന്നൈയിലേക്ക് വരുന്നു. അവൾ ട്രീറ്റ്മെന്റിന് പോവുകയും ഒക്കെ ചെയ്യും. അവൾക്ക് എന്തിനും സഹായത്തിന് ശരണും കൂടെയുണ്ട്. അവൾക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് അവൻ നിൽക്കുന്നതും. ശരണും മതിയും ചേർന്ന് ഒരു വക്കീലിനെ പോയി കാണുകയാണ്. ആ 3 പോലീസുകാർക്കുമെതിരെ വക്കീൽ വഴി കേസിന് പോവുകയാണ് മതിയും ശരണും. ഉടനെ തന്നെ വക്കീൽ സംസ്ഥാന DIGയെ കാണുവാനായും ചെല്ലുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും. ഉടനെ തന്നെ DIG ആ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആ 3 പോലീസുകാരുടെയും കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. വിവരമറിഞ്ഞ 3 പോലീസ് ഉദ്യോഗസ്ഥരും നേരെ പോകുന്നത് മതിയെ റേപ്പ് ചെയ്ത അതേ സ്ഥലത്തേക്കാണ്. അവിടെ എത്തി തെളിവുകളൊക്കെ അവർ നശിപ്പിക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. അവിടെ മാകെ എന്തെങ്കിലും അവശേഷിക്കുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു വനിതാ ഉദ്യോഗസ്ഥയും ബാക്കിയുള്ള പോലീസുകാരും ഈ 3 പോലീസുകാരെയും പിടികൂടുവാനായിട്ട് അവിടേക്ക് എത്തുന്നതും. അങ്ങനെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വിവരമെല്ലാം ന്യൂസ് ചാനലുകളിൽ വ്യാപിച്ചു. അതോടുകൂടി അവർക്ക് മതിയോട് വല്ലാത്ത ദേഷ്യമായി. ജാമ്യം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർ മതിയോട് പ്രതികാരം വീട്ടുവാനായും തീരുമാനിച്ചു. അതിനായി അവർ ചെയ്തത്, മതിയുടെ ഒരു വീഡിയോ അവർ എടുത്തു വെച്ചിരുന്നില്ലേ, ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൽ അവർ സംസാരിക്കുന്ന ഭാഗമെല്ലാം നീക്കം ചെയ്തതിനു ശേഷം മതി അവളുടെ സമ്മതത്തോടു കൂടി ഡ്രസ്സ് അഴിക്കുന്നതായിട്ട് അവർ എഡിറ്റ് ചെയ്ത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു. വീഡിയോ വൈറലായതോടുകൂടി മതിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവളുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അവളെയാണ് ഇപ്പോൾ കുറ്റം പറയുന്നതും. എന്നാൽ ഈ പോലീസുകാർക്കെതിരെ തെളിവുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അവരുടെ വക്കീൽ പറയുന്നതോടുകൂടി മതിയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നും പോലീസുകാർ തീരുമാനിക്കുന്നു. മതിയെ കൊല്ലുവാനായിട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരും 2 പേരെ ഏർപ്പാടാക്കും. എന്നാൽ അവർ പോകുന്ന വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആവുകയും ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് DIG ശരണിനെ പ്രത്യേകം കാണുവാനായി വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും നല്ല ശിക്ഷ കിട്ടി. അവരാകെ നാണം കെട്ടു. അവർക്ക് സമൂഹത്തിലുള്ള ബഹുമാനം പോയി. അവരുടെ ജീവിതമേ ആകെ തകർന്ന അവസ്ഥയിലാ. ഇനി ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകണമോ? അവർ 3 പേരും മാപ്പ് പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ച് നിർത്തുന്നതല്ലേ നല്ലതെന്നും DIG ചോദിക്കും. ശരൺ അങ്ങനെ 3 പോലീസുകാരെയും കാണുവാനായും തീരുമാനിച്ചു. ശരണിനെ കാണുവാനായിട്ട് അവരൊരു ലോഡ്ജിലേക്കാണ് വരുന്നതും. അവിടെ അവരെ കാത്ത് ശരണും ഉണ്ടായിരുന്നു. 3 പേരും ശരണിന്റെ മുന്നിലെത്തി മാപ്പ് പറയുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ശരൺ ചാടി എഴുന്നേറ്റ് 3 പേരുടെയും കവിളിനിട്ടൊന്ന് കൊടുക്കുന്നതും. എന്നിട്ടവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശരണും മതിയും കേസ് പിൻവലിക്കുവാനായും തീരുമാനിച്ചിട്ടില്ല. അവർ കേസുമായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കോടതിയിലെ ജഡ്ജിന് മുന്നിലെത്തുകയാണ്. ജഡ്ജിനോട് നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് അവൾ തുറന്നു പറയുന്നു. മാത്രവുമല്ല, പോലീസുകാർക്കെതിരാണല്ലോ എല്ലാ തെളിവുകളും. അതുകൊണ്ട് തന്നെ പോലീസുകാരാണ് കുറ്റക്കാരെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇത്രയും ദുഷ്ടന്മാരായ 3 പോലീസുകാർക്കെതിരെ നടന്ന സത്യങ്ങളെല്ലാം ഒരു പേടിയുമില്ലാതെ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ മതിയെ ജഡ്ജി അഭിനന്ദിക്കും. എന്നിട്ട് 3 പോലീസുകാർക്കും കടുത്ത ശിക്ഷ തന്നെ വിധിക്കുന്നു. അതോടുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ മതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മതിയുടെയും ശരണിന്റെയും വിവാഹം നല്ല മംഗളമായിട്ട് കഴിയുന്നു. മതിയെ സപ്പോർട്ട് ചെയ്ത് ശരൺ നല്ലൊരു ഭർത്താവായിട്ട് എന്നും കൂടെ തന്നെ ഉണ്ടാകും. അതിനുശേഷം
മതിയെ പോലെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം നല്ല മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുത്ത് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മതിയെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.